കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തുവരുന്നത്. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന സുരേഷ് ഗോപിയുടെ വാശിയും പിണക്കവുമെല്ലാം ട്രോളുകളായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി.ജെ.പി നേതൃത്വവും തമ്മിൽ നല്ല രീതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പാർട്ടിയുമായി ആലോചിക്കാതെയാണ് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന സുരേഷ് ഗോപിയുടെ അഭിപ്രായ പ്രകടനമെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ആലപ്പുഴ പിന്നോക്കാവസ്ഥയിലാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ആലപ്പുഴയിൽ എയിംസ് വേണ്ടാന്ന് വെച്ചാൽ തൃശൂരിൽ സ്ഥാപിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. പാർട്ടിയുമായി ചർച്ച നടത്താതെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടിയുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പി നേതാക്കൾക്ക് പരാതിയുണ്ട്. പാർട്ടിയുടെ കൂടി അഭിപ്രായം തേടാതെ കലുങ്കു ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതും വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിനുള്ളത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ നേതൃത്വവും സുരേഷ് ഗോപിയുടെ നിലപാടിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ബി.ജെ.പി നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പിന്നോക്കാവസ്ഥയിലുള്ള കാസർഗോഡ് ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തിൽ എയിംസ് അനുവദിക്കുമെന്നായിരുന്നു. എന്നാൽ കേരളത്തിൽ എയിംസ് എത്തിക്കാൻ സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു കേന്ദ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നില്ല. ഇതോടെ സുരേഷ് ഗോപി പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം. എയിംസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകാതിരുന്നതിനാലാണ് കേന്ദ്രം എയിംസ് അനുവദിക്കാതിരുന്നതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ന്യായീകരണം. എന്നാൽ കോഴിക്കോട് കിനാലൂരിൽ 150 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു. മൊത്തം വേണ്ടത് 200 ഏക്കർ സ്ഥലമാണ്. ഇതിനിടയിലാണ് കോഴിക്കോടിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്കായി രംഗത്തെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നതിൽ ബി.ജെ.പിയിൽ അഭിപ്രായ ഐക്യമുണ്ടായിട്ടില്ല. ഇതാണ് പാർട്ടിയെ പ്രധാനമായും പ്രതിരോധത്തിലാക്കിയ കാര്യം. കേരളത്തിന് അടുത്തു തന്നെ എയിംസ് അനുവദിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കേരളത്തിന്റെ ആവശ്യം പരിഗണനയിലാണെന്നാണ് സുരേഷ് ഗോപി പറയുന്ന കാര്യം. 22 എയിംസ് ആണ് കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ കേരളത്തിന്റെ പേരുണ്ടായിരുന്നില്ല. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് ഉടൻ കേന്ദ്രം എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പുണ്ടാവുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്ന കാര്യം. എയിംസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്ന അഭിപ്രായമാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുള്ളത്. തിരുവനന്തപുരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. നേരത്തെ ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. എറണാകുളം HMDയുടെ സ്ഥലമാണ് അന്ന് കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. ഇതിനടുത്താണ് നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വ്യാഴവട്ടക്കാലമായി കേന്ദ്രത്തിന് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് കേരളം. 2ാം UP സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് ഭരണകക്ഷി നേതാക്കളുടെ പ്രസ്താവനകൾ വന്നുവെന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. 1ാം മോദി സർക്കാരിന്റെ കാലം തൊട്ട് ബി.ജെ.പി നേതാക്കൾ എയിംസ് പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എയിംസിനായി ആക്ഷൻ കമ്മിറ്റികളും എംപിമാർ പ്രാദേശിക താല്പര്യങ്ങൾക്കനുസരിച്ച് എയിംസിന്റെ കേന്ദ്രം മാറ്റിക്കൊണ്ടേയിരുന്നു. വർഷം 15 പിന്നിട്ടിട്ടും ഓരോ വർഷവും കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് വാർത്തകൾ വരുന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. കേരളത്തിന്റെ മധ്യത്തിലുള്ള തൃശൂരിലാണ് എയിംസ് വേണ്ടതെന്നാണ് പ്രധാനമായും ഉയർന്നിരുന്ന വ്യാഖ്യാനം. അതല്ല എറണാകുളത്താണ് വേണ്ടതെന്നുള്ള ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ എറണാകുളത്തിനായി ഇപ്പോൾ ആരും രംഗത്തില്ല. കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്ത സാഹചര്യത്തിൽ കോഴിക്കോട് തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ.